സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ അത്തം പത്തിന് പൊന്നോണം സീസൺ 7 11ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബോണസ് വീഡിയോ ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ വിചാരിച്ചു ഇതെന്തായാലും കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കുറേ പേര് കടയിൽ പോയി ഷോപ്പ് ചെയ്യുന്നവരുണ്ട്, എല്ലാവർക്കും ഓൺലൈനായിട്ടൊന്നും ഷോപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിൽ ഫാസിയോ, ഞാൻ കല്യാൺ 99 എന്ന് പറയാനാണ് വന്നത്, പക്ഷേ അതേപോലത്തെ തന്നെ ഫാസിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്, കല്യാൺ സിൽക്സിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചാൽ 49 രൂപ മുതൽ 999 രൂപ വരെയാണെന്നാണ് പറയണത്. ആ ഒരു റേഞ്ചിൽ 49 രൂപ എന്നൊക്കെ പറയുമ്പോൾ കമ്മൽ, ക്ലിപ്പ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിംഗ് ചെയ്തു, കുറച്ച് പൈസ പൊട്ടി. അപ്പോൾ ഓണത്തിന് റിലേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഈ സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ്. ഇത് 499 രൂപയാണ്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ നല്ല തുണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ അന്നൊക്കെ വീട്ടിലിട്ട് നിൽക്കാനായിട്ട്, ഇപ്പോൾ നമ്മൾ ഫുൾ ഡേ ഒന്നും സാരി ഉടുത്ത് നിൽക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സാരി ഉടുത്തതിന് ശേഷം മാത്രം എന്നാൽ നല്ലൊരു ഡ്രസ്സായിട്ടുണ്ടാവണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. നെക്ക് കുറച്ച് കയറിയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ സ്ലീവ്സിൻ്റെ അവിടെ ഒരു ചെറിയൊരു ബോർഡർ ഉണ്ട്. അതേപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ നല്ല വീതിക്ക് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നടുവിലായിട്ട് ഇതേപോലെ ഒരു പാറ്റേണിൽ ബോർഡർ പോലെയും കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മെയിനായിട്ട് തുണിയാണ്. തുണി അടിപൊളിയായിട്ടുണ്ട്, നല്ല സുഖമുള്ള തുണിയാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഓക്കെ, പിന്നെ 3/4 സ്ലീവാണ്. പിന്നെ മെയിനായിട്ട് പോക്കറ്റ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഒരു ക്രീം കളറിലെ സിഗരറ്റ് പാൻസ് ഉണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമുക്ക് ഇങ്ങനത്തെ സിഗരറ്റ് പാൻസിനൊപ്പം പെയർ ചെയ്യാവുന്നതാണ്, ഈസിലി സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ തുന്നിപ്പിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതും ആ ഫാസിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ റെഡിമെയ്ഡ് ആയിട്ടുണ്ട്, 500 റുപ്പീസോ അങ്ങനെ എന്തോ ആണുള്ളത്. പോക്കറ്റ്സ് ഒക്കെ ആയിട്ട് നല്ലതാണ്. ഇത് മസ്റ്റ് ഹാവ് ആണ്, ഇങ്ങനത്തെ ഒരു ക്രീം കളർ, അതേപോലെ തന്നെ റെഡ്, ബ്ലൂ. അപ്പോൾ നമുക്ക് പല സെൽവാസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ കുർത്താസ് ആയിട്ട് മേടിക്കുമല്ലോ നമ്മൾ, അതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിട്ട് നിൽക്കാനും വെച്ചാൽ ഓണത്തിന് തന്നെ, അതല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ സിമ്പിളായിട്ടുള്ള ഒരു ഓണം ലുക്ക് എന്നുള്ള രീതിയിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. അടുത്തത് ഇതെങ്ങനെയുണ്ട്, നല്ലൊരു ഓണം വൈബുള്ളൊരു ഫാബ്രിക് അല്ലേ, എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം കിഡ്സ് സെക്ഷനിലാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഇമ്മൂന്ന് പറഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് 7 to 8 ഇയേഴ്സ് എടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അഡൾട്ട്സിൻ്റെ ഇതിൽ വേറെ കളറാണുള്ളത്, എന്ന് വെച്ചാൽ പിങ്കും അതേപോലെ ബ്ലൂ ഒക്കെ. പക്ഷെ എനിക്ക് മാച്ചിങ് വേണം എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ കിഡ്സ് സെക്ഷനിൽ തന്നെ എനിക്ക് പാകമുള്ളത് കിട്ടി. 15 to 16 ഇത് എനിക്ക് പാകാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എടുത്തു. അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് മാച്ചിങ് ആയിട്ട് ഒരു ഓണം ലുക്കായിട്ട് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്മോൾ ഞാൻ അധികം കണ്ടില്ല കേട്ടോ. മീഡിയം ലാർജൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സിലുണ്ട്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കേർട്സിനൊപ്പം സ്റ്റൈൽ ചെയ്യാം, ജീൻസിനൊപ്പം സ്റ്റൈൽ ചെയ്യാം. ഒരു എത്നിക് വെയറൊക്കെ ആയിട്ട് നമുക്ക് ഓണത്തിന് എന്നാൽ കുർത്തയും സാരിയും ഒന്നും ഉടുക്കാൻ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഓപ്ഷനാണ്. സുഖമായിട്ട് നമുക്ക് ഇടാം, സ്റ്റൈൽ ചെയ്യാനും എളുപ്പമാണ്. ഒരു പോണിറ്റെയിൽ കേട്ടാൽ ജീൻസ് ഇടുക, കഴിഞ്ഞു. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഇങ്ങനത്തെ. പിന്നെ ഉണ്ടല്ലോ ഇത് നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യാനും പറ്റും. ഇങ്ങനെ ബട്ടൺ കാണുന്നുണ്ടാവില്ല, ആക്ച്വലി ബട്ടൺ ഹൈഡ് ചെയ്യാനായിട്ടൊരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ ഉണ്ട്, അത് നല്ല ഗോൾഡൻ കളറിൽ നല്ല മെറ്റലിൻ്റെ ബട്ടനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് 599 ആണ്. ഈ മൂൻ്റെയും എത്രയോ രൂപ നോക്കട്ടെ കേട്ടോ. ഈ മൂൻ്റെയും 599 ആണ്. രണ്ടും സൈസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. രണ്ടും 599 രൂപയാണ്. എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്, കാരണം ലൈനിങ് ഒക്കെ നല്ലതാണ്. ലൈക്ര മെറ്റീരിയലിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫാബ്രിക് അടിപൊളിയാണ്. പിന്നെ ഗോൾഡൻ, ഞാൻ പറഞ്ഞില്ലേ ബട്ടനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നന്നായിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അടുത്തതൊരു കോഡ് സെറ്റാണ്. ഞാൻ ഈ കോഡ് സെറ്റ് ഇടുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എവിടുന്നാന്നുള്ളത്. ഇതൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് വിലയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പറഞ്ഞാൽ ഞാൻ തപ്പി നടക്കായിരുന്നു, നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫാസിയോയിൽ നോക്കിയപ്പോൾ ഇത് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വേറെ കടകളിലൊന്നും അധികം ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിന് തന്നെ 2-3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ എക്സ്ട്രാ സ്മോൾ മുതൽക്ക് എക്സ്ട്രാ ലാർജ് വരെ ഉണ്ട്. സൈസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ക്ലോത്ത് നല്ല ക്ലോത്താണ്, സുഖമായിട്ട് ഇടാം, നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകാം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇപ്പോൾ എക്സ്ട്രാ സ്മോൾ ആണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ലേശം ലൂസ് ഉണ്ട് ഈ ഒരു ഭാഗമൊക്കെ ആയിട്ട്, പക്ഷെ പിന്നിൽ ഇങ്ങനെ ഒരു ടൈ ഉള്ള കാരണം കെട്ടിക്കഴിഞ്ഞാൽ
അത്യാവശ്യം ഫിറ്റായിട്ടിരിക്കും കേട്ടോ. നല്ല പാറ്റേൺ ആണ്, വീനെക്കാണ്, ഫുൾ ബട്ടനാണ്. നമുക്ക് നല്ല പൊക്കം തോന്നിക്കാനും നല്ലൊരു സ്റ്റൈലിഷ് ലുക്കും അതേപോലെ തന്നെ നല്ല കംഫർട്ടബിളാണ് ഇട്ട് നടക്കാനായിട്ട്. പിന്നെ പാൻസ് ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽക്ക് എക്സ്ട്രാ ലാർജ് വരെയുണ്ട്. പിന്നിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇതേപോലെ ബാൻഡാണ് കൊടുത്തിട്ടുള്ളത്. ടൈറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ത്രെഡും ഉണ്ട് കേട്ടോ. അത് നല്ലതായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഇതിനും പോക്കറ്റ്സ് ഉണ്ട്, കണ്ടോ? എടാ ഇത് സൂപ്പറാണ് കേട്ടോ. ഇങ്ങനത്തെ പാറ്റേണിലുള്ള ഔട്ട്ഫിറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളി. അതിൻ്റെ വിലയും കൂടെ ഞാൻ പറയേ. ടോപ്പ് വന്നിട്ട് 299, അത് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. ബോട്ടം വന്നിട്ട് 499. കൂട്ടി പറയൂ എത്രേ ഇമു വരാൻ? 299 നമുക്ക് 300 ആക്കാം. 300 + 500 300 + 500 800. അപ്പോൾ 800 rupees. 800 rupeesനാണ് ഈ കോട്ട് സെറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഭത്തിന് കിട്ടിയിട്ടുണ്ട്. യൂഷ്വലി കോട്ട് സെറ്റ്സ് ഒക്കെ നല്ല വില ഉണ്ടാവില്ലേ. ഇതിൽ ലൈനിങ് ഒന്നുമില്ല കേട്ടോ, പക്ഷെ ഞാനിവിടെ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ലൈക്ക് അങ്ങനെ നിഴലടിക്കുന്ന പോലെ തോന്നുന്നുണ്ടോയെന്ന്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. നല്ലൊരു ന്യൂഡ് ബ്രാ, അത്യാവശ്യം കവറേജ് ഉള്ളൊരു ന്യൂഡ് ബ്രാ ഇട്ടാൽ മതി. പാൻസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഷോർട്ട്സ് ഇടാവുന്നതാണ്. എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ. അത്യാവശ്യം ഭയങ്കര കട്ടിയുണ്ട് എന്നുള്ളതല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു രീതിക്കുള്ളതാണ്. ഇലാസ്റ്റിക്കൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയാലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഫിറ്റാവും. എനിക്ക് ഇത്തവണ ഇവരുടെ കളക്ഷൻ ഇഷ്ടമായി കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, അങ്ങനെ അധികം നമ്മൾ ഷോപ്പുകളിൽ കാണാത്ത തരത്തിലുള്ള കളക്ഷൻ ഉണ്ട് ഫാസിയോയിൽ. ഞാൻ ലാസ്റ്റ് ടൈം പോയതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല കളക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അടുത്തത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. എനിക്കിങ്ങനെ കടകളിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കുർത്തയൊക്കെ മേടിക്കാൻ. എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് പറയും, നീ എനിക്ക് കുർത്ത മേടിക്കണം, എനിക്ക് വല്ല നൈറ്റി മേടിച്ചാൽ മതി. കാരണം അമ്മ കൂടുതൽ യൂസ് ചെയ്യുന്ന നൈറ്റി അല്ലേ. പക്ഷെ ഇപ്പോൾ അവിടെ നൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുർത്ത കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് മേടിച്ചു കേട്ടോ. അമ്മ ഇങ്ങനത്തെ അങ്ങനെ ഇടാറില്ല, പക്ഷേ ഞാൻ വിചാരിച്ചു ഓണത്തിന് എന്തായാലും അമ്മയ്ക്ക് ഇത് നന്നായിട്ട് ചേരും, ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. നല്ല രസമായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡിലുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട്. മൾട്ടി കളർ ഉള്ളതുണ്ട്, മെറൂൺ ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓണത്തിന് പറ്റിയ കുറച്ച് കുർത്താസ് ഉണ്ട് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഷുഗർ ബീഡ്സും അതേപോലെ കട്ട് ബീഡ്സിൻ്റെയും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, സീക്വൻസ് വർക്കും അതേപോലെ ചെറിയ എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി കേട്ടോ. സിമ്പിളാണ് പക്ഷെ രസമുണ്ട് കാണാനായിട്ട്. ക്രീമാണ്, അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ആ രീതിക്ക് നല്ലത്. ഇത് കുറച്ച് വിലയുണ്ട് കേട്ടോ. 749 rupees. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വർക്കൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മീഡിയം സൈസ് മുതൽക്കേ തുടങ്ങുന്നുള്ളൂ. എക്സ്ട്രാ സ്മോളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്തായാലും ഇത് അമ്മയ്ക്ക് വേണ്ടി മേടിക്കാം എന്നുള്ള രീതിയിൽ മേടിച്ചത്. ഇതിന് പിന്നെ ലൈനിങ്ങും ഉണ്ട്. ക്രീം ആയതുകൊണ്ട് ലൈനിങ് ഇല്ലെങ്കിൽ എന്തായാലും നന്നായിട്ട് നിഴലടിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒപ്പം അണ്ടർഗാർമെൻ്റ് ഇടുമ്പോൾ ന്യൂഡ് ബ്രാ പെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വൈറ്റ് അല്ല, വൈറ്റിനെക്കാട്ടിലും നല്ലത് ന്യൂഡ് ബ്രായാണ്. വൈറ്റ് ആകുമ്പോഴാണ് എടുത്തറിയുക, ന്യൂഡ് ആകുമ്പോൾ അങ്ങനെ അറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ കാണിച്ച പാൻസ് ഇല്ലേ, അതിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേറെ പാൻസ് പ്രത്യേകിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ ഓണം എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ക്രീം പാൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതുണ്ടെങ്കിൽ നല്ലതാണ്. അടുത്തത് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു പാവാട മേടിച്ചത്. എനിക്കിങ്ങനെ നീളമുള്ള പാവാട അത്ര ഇഷ്ടമല്ല ഇപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട്. പണ്ട് കുഞ്ഞിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ നിലത്തടിക്കണ പാവാടി ഇട്ടിട്ട് ഇങ്ങനെ അഴിഞ്ഞ് നടക്കലായിരുന്നു എൻ്റെ മെയിൻ പണി. പക്ഷെ പിന്നീട് പ്രായമായപ്പോൾ എനിക്ക് ഇറക്കം കുറച്ച് കുറവുള്ളതായിരുന്നു. പക്ഷേ അത് കംഫർട്ടബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിലത്ത് കിടന്ന് എഴുതുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഒന്നില്ലെങ്കിൽ പാൻസ് ഇടും, സ്കേർട്ടാണെങ്കിൽ നമ്മൾ മുട്ട് വരെയുള്ള സ്കേർട്ടൊക്കെ അല്ലേ ഇടുക. അപ്പോൾ കുറേ കാലത്തിന് ശേഷം പാവാട കണ്ടപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരെണ്ണം മേടിക്കാം. ഇതിന് 749. നല്ല വൈബ്രൻറ്റ് ഷെയ്ഡാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ ടാങ്ക് ടോപ്സ് വെച്ചിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം. നമ്മുടെ കയ്യിലുണ്ടാവില്ല, ഓൾറെഡി പിങ്ക് ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും, അല്ലെങ്കിൽ വൈറ്റ് ഉണ്ടാവും. വൈറ്റും ബ്ലാക്കും എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ടാങ്ക് ടോപ്പ് വെച്ചിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഇറക്കം ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. കുറച്ച് എങ്ങാനും അധികം ഉണ്ടെങ്കിൽ ഞാൻ വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒരു മടക്ക് അങ്ങോട്ട് മടക്കി അടിച്ചാൽ മതിയല്ലോ, അപ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും. പിന്നെ ഇതിന് ലൈനിങ് ഉണ്ട്, ലൈക്ര മെറ്റീരിയൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിലുണ്ടല്ലോ ചെറിയ രീതിയിൽ സീക്വൻസ് ഉണ്ട്. ദൂരേക്ക് കണ്ടാവില്ല, പക്ഷേ ശരിക്കും ചെറിയ കുഞ്ഞ് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഓവറും അല്ല, പക്ഷെ ആ ഒരു ചെറിയൊരു ഷൈൻ ഉണ്ടാവും. പിന്നെ നിറയെ പൂക്കൾ, ഫ്ലോറൽ ഡിസൈനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പല പാറ്റേൺസ് ഉണ്ട്. ഫ്ലോറൽ എന്നാണോ പറയണ്ടത്? ഇംഗ്ലീഷ് പണ്ഡിത് തിരുത്തി തന്നു. ഫ്ലോറൽ എന്താണ് പറഞ്ഞത്? ഫ്ലോറൽ.
Cucumber. കുക്കുംബർ അല്ലേ? ക്യൂക്കംബർ. അപ്പോൾ അങ്ങനെ പൂക്കൾ അങ്ങനെ പറയാം, നമുക്ക് പൂക്കളുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടില്ലേ കുട്ടി? യെസ്, അടിപൊളിയാണ്. നമുക്ക് ടാങ്ക് ടോപ്പിനൊപ്പം പെയർ ചെയ്യാം കേട്ടോ. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ, പക്ഷെ മെറ്റീരിയൽ ഒരു രക്ഷയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ ഭാഗമാണെങ്കിലും അതെ, മൊത്തത്തിൽ നല്ല സോഫ്റ്റാണ്. പിന്നെ ചെറിയൊരു ത്രെഡ് അല്ലെങ്കിൽ ഒരു എംബ്രോയിഡറി വർക്ക് പോലെ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ തന്നെ, നല്ല ക്ലാസ് ലുക്കാണ് കേട്ടോ. ബട്ടൺസ് ആണെങ്കിലും നല്ല രസമുണ്ട്. ഫുൾ ഓപ്പൺ ഷർട്ടാണ്, നല്ല കംഫർട്ടബിളാണ്. സ്ലീവ്സ് ആണെങ്കിലും ഇതേ കണ്ടോ, ഈ അറ്റത്തിങ്ങനെ ചെറിയ പ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പഫ് സ്ലീവ് പോലെയും കൂടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു, പക്ഷെ അത് കുഴപ്പമില്ല. ഇല്ലെങ്കിലും നല്ല രസമാണ് കേട്ടോ. ക്രോപ്പ് ഷർട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാഷ്വലൊക്കെ ജീൻസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ട്രൗസേഴ്സിനൊപ്പം പാൻസിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഷർട്ടാണ്. സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഷെയ്ഡ് കേട്ടോ. ഇതിൻ്റെ തന്നെ 2-3 ഷെയ്ഡ്സ് കണ്ടു. ഞാൻ സ്മോൾ സൈസാണ് എടുത്തത്, കാരണം കുറച്ചൊരു ഓവർ സൈസ്ഡ് പോലെ ഇട്ടാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് 599 ആണ് കേട്ടോ. അടുത്തത് എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ലാർജ് സൈസിലുള്ള ടീഷർട്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള ടീഷർട്ടാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് തന്നെയാണ് സ്ഥിരം ഉള്ളൂ. ആളിങ്ങനെ റൗണ്ട് നെക്ക് ഒന്നും ഇടില്ല. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ വീനെക്ക് ഇടും, പക്ഷെ ഇതാകുമ്പോൾ പിന്നെ പുറത്തേക്ക് ഇടാം, അത്യാവശ്യം ഇവിടെ നിൽക്കുമ്പോഴും ഇടാമല്ലോ എന്നുള്ള, വീട്ടിൽ നിൽക്കുമ്പോഴും ഇടാം. അപ്പോൾ ആ രീതിയിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടീഷർട്ട്. കുറച്ച് ഓൾഡ് ഫാഷനാണ്, പക്ഷേ ഏട്ടൻ ഇങ്ങനത്തെയാണ് ഇടുക. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ നോക്കി. ഇത് പല കളേഴ്സിലുണ്ടായിരുന്നു. ആൾക്ക് നീല ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾഡ് ഫാഷൻ ഒന്നുമല്ല, ഞാൻ ന്യൂ ജനറേഷനാണ്. അച്ഛനെ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അങ്ങനെ നല്ലൊരു സിമ്പിൾ ടീഷർട്ട്. ഇതിൻ്റെ വില വന്നിട്ട് ഇങ്ങനത്തെ കുറേ ഉണ്ട്, 399 ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിലുള്ള കുറേ കളേഴ്സിലുണ്ട്. മെൻസ് കളക്ഷനും അത്യാവശ്യം ഉണ്ട് കേട്ടോ, കിഡ്സും ഉണ്ട് അവിടെ. അപ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി ഈ 3 എണ്ണം കണ്ടോ, ഒരേപോലത്തെ 3 എണ്ണമാണ്. പക്ഷേ ഇത് എനിക്ക് ഏട്ടനും ഇമ്മക്കുട്ടിക്കും വേണ്ടിയില്ല, ഇതെൻ്റെ അനിയന് വേണ്ടിയിട്ടാണ്. ഏട്ടന് ഇങ്ങനത്തെ ഇടില്ല. അപ്പോൾ എനിക്കും ഇമ്മക്കുട്ടിക്കും എൻ്റെ അനിയൻ ഉണ്ണിക്കുട്ടനൊക്കെ വിളിക്കണം, പക്ഷേ അവൻ വലിയൊരു മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ വിളിക്കണ കേൾക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടിയെ പോലെ തോന്നുമെങ്കിലും. അപ്പോൾ അങ്ങനെ മേടിച്ച, പക്ഷേ ഒരു പ്രശ്നം പറ്റി. അവൻ്റെ സൈസ് മീഡിയമാണ് ഞാൻ മേടിച്ചത്, കാരണം അവനിപ്പോൾ നല്ലോണം വണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിമ്മിൽ പോയിട്ട് 7 കിലോ കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് മീഡിയം മതിയാവുമായിരിക്കും എന്ന്. പക്ഷെ അല്ല, അവന് പാകമാവില്ല, ലാർജ് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് സൈസ് നാളെ ഞാൻ കൊണ്ടുപോയി മാറ്റിട്ടോ. എനിക്ക് ഈ പാറ്റേൺ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടുകൂടാ. ഈ ഓണത്തിൻ്റെ സമയത്ത് കുറച്ചിങ്ങനെ സ്റ്റൈലിഷ് ഷീക്ക് ലുക്കിന് വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇത് ഇമ്മക്കുട്ടിക്ക് 7 to 8 ആണ്. ഫുൾ കഥകളി. ഇത് തന്നെ വൈറ്റ് ഉണ്ട് കേട്ടോ. വൈറ്റിൽ കഥകളി അങ്ങനെയല്ല നമ്മൾ കണ്ടത്. വൈറ്റിൽ കഥകളി ആയിട്ടാണ് അങ്ങനെ കണ്ടു. ബ്ലാക്കിൽ കഥകളി, പിന്നെ തെയ്യത്തിൻ്റെ ഡീറ്റെയിലിംഗ് ഉള്ളതുണ്ട്. അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മേടിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. വാവ എടുത്തോളൂ. അത് ഇമ്മക്കുട്ടിയുടെ. അപ്പോൾ ഇട്ട് നോക്കിക്കോളൂ പാകമുണ്ടോന്ന്. ഇത് ഞാൻ ആദ്യം ഓവർ സൈസ്ഡ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് അതിൻ്റെ സ്മോൾ അത് യൂണിസെക്സ് ആണ് കേട്ടോ. അങ്ങനെ മെൻസ് അതേപോലെ വുമൻ എന്നുള്ള രീതിയിൽ തിരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യൂണിസെക്സ് ആയിട്ടുള്ള സ്മോൾ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വലിപ്പം തോന്നി. അപ്പോൾ ഞാൻ കിഡ്സ് സെക്ഷൻ തന്നെ പറഞ്ഞ് എടുത്തു. 13 to 14 എടുത്തു. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഫിറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിക്ക് അല്ല, അതിവിടെ എടുത്തു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ നോർമൽ സ്മോൾ സൈസിൽ വരും. അപ്പോൾ ഇതിലെങ്ങനെയാ വെച്ചാൽ കഥകളി മാത്രമല്ല കേട്ടോ, ഇതിലൊരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് താമര പോലെയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താമരയും കഥകളി കേട്ടോ. ഇഷ്ടമായോ? കംഫർട്ടബിൾ ആണോ? ഇമ്മക്കുട്ടിയുടെ ടീഷർട്ടിന് അത് 7 to 8 ആണ്, 299 രൂപ. അപ്പം ഞാൻ എടുത്തത് 13 to 14 ആണ്, അതിന് 299 രൂപ. എൻ്റെ അനിയൻ്റെ അടുത്തത് മീഡിയം സൈസിലുള്ളതാണ്, അതിന് 399 രൂപ കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ വൈറ്റോ ബ്ലാക്കോ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ട്, ഓണത്തിന് ഒരേപോലെയൊക്കെ ഡ്രസ്സ് ചെയ്യണം, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരേപോലെയൊക്കെ ഡ്രസ്സ് ചെയ്യണമെങ്കിൽ നല്ല വൈബായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ. പിന്നെ എനിക്ക് ഈ കമ്മൽ നല്ലോണം ഇഷ്ടപ്പെട്ട്, നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇട്ട് നോക്കട്ടെ, എനിക്ക് കൊതി സഹിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇങ്ങനെ തന്നെയല്ലേ വരിക, ഒരു ഷീക്ക് ലുക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. 299 രൂപ കേട്ടോ. 3 സെറ്റ് കമ്മൽ, ഒരു ഹാർട്ട് ഉണ്ട്, ഒരു റൗണ്ട് ഉണ്ട്, പിന്നെ ഈ കമ്മലും ഉണ്ട്.
രസല്ലേ? എങ്ങനെയുണ്ടടാ? Top. This is so cute. താങ്ക് യു. അപ്പോൾ അടിപൊളിയായിരുന്നുടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ചുകൂടി നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഓണത്തിന് പറ്റിയ കുറേ വൈബായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇൻ കേസ് വേണമെങ്കിൽ ഈ സ്പോട്ടിലാണ് ചെക്ക് ചെയ്ത് നോക്കൂ. കുറേ പേർക്ക് പരാതി ഉണ്ടാവാറുണ്ട്, ഓൺലൈൻ മാത്രമേ ഹോൾ വീഡിയോ ചെയ്യുന്നുള്ളൂ, കടയിലത്തെ പോയി ഹോൾ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ സൂഡിയോണ്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചാൽ ഇനി നമുക്ക് വെറൈറ്റി ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് കേട്ടോ. കടയിലാകുമ്പോൾ നമുക്ക് നോക്കി വേണമെങ്കിൽ മേടിച്ചാൽ മതിയല്ലോ. മറ്റേ ഓൺലൈൻ പോലെ മേടിച്ച് പിന്നെ റിട്ടേൺ ചെയ്യുക അങ്ങനത്തെ പണിയൊന്നുമില്ല. നോക്കി നമുക്ക് ട്രൈ ചെയ്ത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ ഈ ഫാസിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തൊരു ഓണം റിലേറ്റഡ് വീഡിയോ ആയിട്ട് തന്നെ വരാം. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ.